blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ മറക്കാനാവാത്ത ഒന്നായി മാറട്ടെ. ഇതിലൂടെ ദൈവം സംസാരിക്കട്ടെ, ഇതിലൂടെ രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള അന്നമ്മ റോബർട്ടിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീടിൻ്റെ പണികൾ ആരംഭിച്ച് പൂർത്തീകരിക്കുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ 3 പേർക്കുമായി പ്രാർത്ഥിക്കുന്നു. 3 ആൺമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ എല്ലാവിധ നന്മകളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള സി കോശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഭവനങ്ങളിലൊന്ന് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ അത് നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ. കൊച്ചുമകൾ ഷാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. MBBS ഫസ്റ്റ് ഇയർ ഏറ്റവും നന്നായി ചെയ്യുവാനും തുടർന്നുള്ള വർഷങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മുന്നിലേക്ക് പോകുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ. മുഴു കുടുംബത്തെയും സകല നന്മകളാലും അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് today's episode. ഈ ആൻറ്റിയുടെ പേര് ഷേർലി എഡ്വിൻ എന്നാണ്. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2012 ഫെബ്രുവരി മാസത്തിൽ ഈ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലുള്ള കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലെ ഒരു മകനാണ് ഈ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഈ സഹോദരി ഈ മകളെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവിടെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയായിരുന്നു. പെട്ടെന്ന് താൻ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ വീടിൻ്റെ മുൻപിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കാലിലേക്ക് ഒരു ആണി കുത്തി കയറി. അവിടെ വെച്ച് പെട്ടെന്ന് ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് കാലിൽ നിന്ന് ആണി വലിച്ചൂരി കുറച്ച് ബ്ലഡൊക്കെ വന്നു. കാലെല്ലാം കഴുകിയതിന് ശേഷം ഇവർ യാത്ര തുടർന്നു. ഏതാണ്ട് 10-12 മണിക്കൂറോളം കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ ട്രെയിനിൽ യാത്ര ചെയ്യണമായിരുന്നു. അതിനിടയിൽ ട്രെയിനിൽ വെച്ച് തന്നെ കാലെല്ലാം നീര് വെച്ച് വല്ലാതെ വീർത്ത് വല്ലാതെയായി. ഇവിടെ വന്നതിന് ശേഷം ഉടൻ തന്നെ നേരെ പോയത് വീട്ടിലേക്കല്ല, ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞാൽ നീര് സാധാരണ വറ്റേണ്ടതായിരുന്നു. എന്നാൽ സംഭവിച്ച പ്രശ്നം എന്നുള്ളത് കാലിനകത്ത് വല്ലാത്ത പ്രശ്നങ്ങൾ പിന്നീട് ഇവർക്ക് വരാനായി തുടങ്ങി. 2 കാലിലും തൊലി പൊളിഞ്ഞു പോകുന്നത് പോലുള്ള ഒരു വല്ലാത്തൊരു അലർജി വന്നു. ആ ഭാഗത്ത് ആണി കൊണ്ട ഭാഗത്ത് മുഴുവൻ സ്വെല്ല് ചെയ്യുകയും അവിടെയുള്ള സ്കിന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് അതിങ്ങനെ തടിച്ച് വല്ലാത്ത പരുവത്തിലാകുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇവർക്ക് നടക്കാനായിട്ട് പറ്റില്ലായിരുന്നു. 1.5 മാസത്തോളം നടക്കാൻ പറ്റാതെ, ചെരുപ്പിടാൻ പറ്റാതെ ഇവരെ വീട്ടിനകത്ത് തന്നെയായിരുന്നു. റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ ആ തൊലി ഇങ്ങനെ പുറത്തോട്ട് തള്ളി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ ക്രീമെല്ലാം ഇട്ടതിന് ശേഷം ചൂടുവെള്ളത്തിൽ കാലിറക്കി വെച്ച് നെയിൽ കട്ടർ കൊണ്ട് കട്ട് ചെയ്താൽ മാത്രമാണ് കാലൊന്ന് താഴെ വെക്കാൻ പറ്റുള്ളൂ. സോക്സ് ഒക്കെ കാലിലിട്ട് പൊതിഞ്ഞുകൊണ്ടാണ് 1.5 മാസത്തോളം വെളിയിൽ പോകാതെ ഇവർ നടന്നത്. ആ സമയത്ത് ഈ സഹോദരി ചെയ്തത്, ഇവർ തന്നെ അതിൻ്റെ 2 പടം എടുത്തു വെച്ചു. അതിൻ്റെ ഫോട്ടോഗ്രാഫ് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആണി കൊണ്ടിട്ടുള്ള ഒരു പാട് കാണാം. അതുമാത്രമല്ല, കാലിൽ ആണി കൊണ്ടിട്ടുള്ള കാല് മാത്രമല്ല, മറ്റേ കാലിലും ഇതുപോലെ തന്നെ അലർജി ഉണ്ടായി. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപോലെ 2 കാലിലും അലർജി വന്നു. നടക്കാൻ സ്കിൻ അലർജി വന്നു.
പൊളിഞ്ഞ് പീൽ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജീസസ് ഇസ് ദ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സന്ദേശം, യേശു വെളിച്ചമാകുന്നു എന്ന് പറയുന്ന സന്ദേശം ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ ബ്രദർ ഡാമിയൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ പ്രസംഗത്തിന്റെ ഒടുവിലായ സമയത്ത് ബ്രദർ ഡാമിയൻ അന്ന് പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, കാലിൽ ഇതുപോലെ തൊലി പൊളിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കാലിൻ്റെ 2 പാദത്തിൻ്റെയും അടിയിൽ സ്കിന്നൊക്കെ വല്ലാതെ വിണ്ട് കീറുകയും സ്കിൻ പൊളിഞ്ഞു പോവുകയും തൊലി പൊളിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന, വല്ലാതെ നിലത്ത് ചവിട്ടാനൊക്കെ പാടാൻ, ചെരുപ്പിടാൻ പാടാൻ, അങ്ങനെയുള്ള വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നടന്ന അത്ഭുതം എന്നുള്ളത് അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും ആ പീൽ ഓഫ് ചെയ്തെന്ന് പൂർണ്ണമായും മാറി ഒരു നോർമൽ കാലായിട്ട് തൻ്റെ കാലിനെ കർത്താവ് സൗഖ്യമാക്കി. ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ചിന്തിക്കാൻ തുടങ്ങി, ഏതോ ഒരു വ്യക്തി സ്പോൺസർ ചെയ്ത ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് സൗഖ്യം ലഭിച്ചത്. ഏതോ ഒരു വ്യക്തി സ്പോൺസർ ചെയ്തു. ആ 30 മിനിറ്റിലെ, അങ്ങനെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആ 30 മിനിറ്റിലെ പ്രോഗ്രാമിനിടയിൽ ആണ് കർത്താവ് എനിക്ക് സൗഖ്യം നൽകിയത്. എനിക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. പക്ഷെ കയ്യിൽ പൈസയില്ല, എന്തു ചെയ്യും? അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഈ മകൾ പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് അല്പപ്പണം ഇവരുടെ കയ്യിൽ വന്നു ചേർന്നു. 30,000 രൂപ മാത്രമേ ഇവരുടെ കയ്യിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഡെലിവറിയുടെ കാര്യമാണെങ്കിൽ ബാംഗ്ലൂരിൽ വളരെയധികം ചാർജുകൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യും? പക്ഷേ ഇവർ ചിന്തിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നപ്പോൾ ഞാൻ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് വേറെ 10 പേരെങ്കിലും സൗഖ്യമാകട്ടെ എന്ന് കരുതിയിട്ട് അതിൽ പകുതി പണം എടുത്ത് ഇവർ DD എടുത്ത് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിലേക്ക് അങ്ങ് അയച്ചു. ഷെർലി എഡ്വിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹോദരിയുടെ ഗ്രാൻഡ് ചൈൽഡ് ഡാനിയൽ ജോർജിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് 3 മാസം തികയുന്ന ഈ ദിവസം കർത്താവെ ആ കുഞ്ഞിനായി നന്ദി പറയുന്നു. ഇവരൊരു വിധവയാണ്, മറ്റാരും ഇവരൊക്കെ സഹായിക്കാനില്ല, കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് വിശ്വാസത്തോടെ ഇവരങ്ങ് അയച്ചു. ഇനി എങ്ങനെ നടക്കും എന്നിവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇവർ പറയുന്നത്, ഡെലിവറിക്ക് തൊട്ടു മുമ്പുള്ള സമയം വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവളെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു കോംപ്ലിക്കേഷൻ കാണുന്നുണ്ട്. ഇവരുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പാസേജിൻ്റെ ആ ഭാഗത്ത് ഒരു ഫൈബ്രോയിഡ് വളർന്നു നിൽക്കുകയാണ്. ഇതൊരു സാധാരണ രീതിയിലുള്ള ഒരു കേസ് അല്ല ഇത്. ഈ ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് 2 തരത്തിലാണ് സാധാരണ സിസേറിയൻ ഉള്ളത്. നോർമൽ സിസേറിയൻ എന്ന് പറയാം, സാധാരണ രീതിയിലുള്ളൊരു സിസേറിയൻ. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസിന് വേറൊരു സിസേറിയൻ ഉണ്ട്. ആ ഒരു സിസേറിയൻ ആയിരിക്കും ഈ പെൺകുട്ടിക്ക് വേണ്ടി നടത്തേണ്ടി വരിക. കുഞ്ഞിനെ ലഭിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഒത്തിരി പണം ചെലവാകുമല്ലോ, കയ്യിലാണെങ്കിൽ പണം ഇല്ലതാനും. കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ ബ്ലെസ്സിംഗ് ടുഡേക്ക് സ്പോൺസർഷിപ്പിന് വേണ്ടി അയക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അവസാനത്തെ മാസങ്ങളിൽ ഇവർ ചെന്നു. ഇവർ ഹോസ്പിറ്റലാണ് തിരഞ്ഞെടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ PRO കണ്ടു കഴിഞ്ഞപ്പോൾ PRO വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ പാക്കേജ് എന്നുള്ളത് 2 രാത്രികളും അതുപോലെ റൂമിൻ്റെയൊക്കെ ഫെസിലിറ്റി വെച്ചിട്ട് ഇവിടുത്തെ പാക്കേജ് 60,000 രൂപ, 70,000 രൂപ, 80,000 രൂപ, 1,00,000 രൂപ, ഇങ്ങനെയുള്ള പാക്കേജുകളാണുള്ളത്. നിങ്ങൾക്ക് ഏത് പാക്കേജാണ് വേണ്ടത്? അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ഇൻഷുറൻസ് ഒക്കെ കർത്താവിലാണ്, ഞങ്ങൾക്ക് വേറെ ഇൻഷുറൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ PRO പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എൻ്റെ സ്ഥിതിഗതികൾ ഇതൊക്കെയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഞാനിതിങ്ങനെ ഒരു ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. ബാക്കി എൻ്റെ കയ്യിൽ ഇത്ര പൈസയുള്ളൂ. എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള പൈസ എൻ്റെ കയ്യിലില്ല. PRO കുറച്ച് നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മറ്റാരോടും പറയരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫെസിലിറ്റി തരാൻ പോവുകയാണ്. ഒരു ഡീലക്സ് റൂം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയാണ്. ഫ്രീ ആയിട്ട് ഭക്ഷണം, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ, പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ എത്തിക്കാനുള്ള ഫ്രീ ആയിട്ടുള്ള കൺവെയൻസ്, ഇതെല്ലാം തരികയാണ്. 80,000 രൂപയുടെ പാക്കേജാണ് ഞാൻ നിങ്ങൾക്ക് വെറും ഇപ്പോൾ 40,000 രൂപയ്ക്ക് തരുന്നത്. നിങ്ങൾ ആരോടും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത, പക്ഷേ ഒരു സിസേറിയൻ ആയിരുന്നെങ്കിൽ കൂടിയും കോംപ്ലിക്കേഷൻ ഇല്ലാതെ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ ലഭിച്ചു. എന്നു മാത്രമല്ല, ചെറിയ പൈസയിൽ തന്നെ ഏറ്റവും നല്ല ഫെസിലിറ്റിയിൽ ഈ പെൺകുട്ടിയുടെ പ്രസവത്തിന്റെ കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുത്തു. തീർന്നില്ല ബ്രദറെ,
അതാണ് ഇനിയത്തെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് കേട്ടിട്ട് തന്നെ എനിക്ക് തന്നെ കരച്ചിൽ വന്നു എന്ന് പറഞ്ഞു. കാരണം തീർന്നില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇവരെ കാണാൻ വേണ്ടി ഇവരുടെ ബന്ധുക്കളും ഇവരുടെ മിത്രങ്ങളും ഹോസ്പിറ്റൽ വന്നപ്പോൾ അവർ ഇവർക്ക് വേണ്ടി കൊടുത്തത് 80,000 രൂപ, 50,000 രൂപ, 30,000 രൂപ, 15,000 രൂപ. ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 1,75,000 രൂപയുടെ ഗിഫ്റ്റുമായിട്ടാണ് ഇവർ ഹോസ്പിറ്റൽ വിട്ടത്. അതും തീർന്നില്ല ബ്രദറെ. ഇവർ പറയുന്ന ഈ കുഞ്ഞിനിപ്പോ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ 29 ഈ കുഞ്ഞ് ജനിച്ചത്. ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങൾ ഈ കുഞ്ഞ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ പുതിയ ഡ്രസ്സാ. ഓരോ മാസങ്ങൾക്ക് വേണ്ട ഡ്രസ്സ്, വൂളൻ ക്ലോത്ത്സ്, വേണ്ട ഉപകരണങ്ങള് ഇവരുടെ വീട്ടിൽ ആദ്യത്തെ 3 മാസം വരെയും ഈ സ്ത്രീ മാർക്കറ്റിൽ പോയിട്ടില്ല. അവര് പറയുന്നത് എന്റെ വീട്ടിൽ ഭക്ഷണം വരികയായിരുന്നു, ഫിഷ് വരികയായിരുന്നു, ചിക്കൻ വരികയായിരുന്നു. എന്തിനാണ് വെജിറ്റബിൾ ലീവ്സ് വരെ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു. ഇന്നും എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ടേബിൾ മുഴുവൻ ഭക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പണം വരുന്നു, സ്വർണം വരുന്നു, ചെയിൻ വരുന്നു, മോതിരങ്ങൾ വരുന്നു. ഒരൊറ്റ എപ്പിസോഡിന് വേണ്ടി ഞാൻ നിന്നപ്പോൾ ദൈവം എന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ചു എന്നാണ് ഈ സഹോദരി പറയുന്നത്. I don't know what to say. നമ്മുടെ കൈകളെ ഉയർത്തി Father, we believe in you. We believe in your provision, oh Father. 68-ാം സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ദൈവം അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാണ്. ഈ കുടുംബത്തിൽ കർത്താവേ നീ അത് കാണിച്ചല്ലോ. അതിവിടെ പരസ്യമായി ഞങ്ങളിവിടെ പ്രസ്താവിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അനുഗ്രഹങ്ങൾ വന്ന് നിറയട്ടെ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ കുടുംബം നടക്കുമോ അതിനേക്കാൾ 10,000 മടങ്ങ് ഭംഗിയായി ആ കുടുംബങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ഫാദർ. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയണത് ലൂക്ക് 6:38 ലൂക്കാസ് വിശേഷം 6-ാം അധ്യായം 38-ാം വചനത്തിൽ ദൈവം പറയണ്, ഗിവ് ഇറ്റ് ഷൽ ബി ഗിവൻ അൺ ടു യു, വിതൗട്ട് ഗിവിങ് വി വിൽ നെവർ റിസീവ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ദൈവത്തിന് ഞാൻ കൊടുത്തപ്പോഴേ ദൈവം എന്നെ ഇത്രമാത്രം എന്നെ അനുകരിച്ചു. ഇത്ര വരെ എന്നെ ദൈവം നടത്തിക്കൊണ്ടുപോയി. ഇന്ന് വരെ ദൈവം എന്നെ എല്ലാ കാര്യത്തിലും ദൈവം എന്നെ നടത്തുന്നുണ്ട്. Because he is a God of the widows and he is a father to the fatherless and he is a faithful God. In Jesus name I pray. Amen. Hallelujah. കൈകളടിച്ച് യേശുവിനെ നന്ദി പറയാം. ബ്രദർ ഈ സിസ്റ്ററിൻ്റെ പേര് കുശല എന്നാണ്. ആര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് 2 കിഡ്നിയിലും സ്റ്റോണിൻ്റെ കല്ലുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല യൂട്രസിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. ചെക്കപ്പ് നടത്തിയപ്പോൾ അതിനകത്ത് മുഴയുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വല്ലാത്ത ശരീരത്ത് മുഴുവൻ, അതായത് കാലുവേദനയും നടുവേദനയും വയറിനകത്ത് വേദനയും എല്ലാം ആയിരുന്നു. സിസ്റ്റർ ചെയ്ത് ഇതാണ്, ഇത് ആദ്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു ഈ അസുഖം ഇങ്ങനെ ഉണ്ടോന്ന്. അതിനുശേഷം ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ സിസ്റ്റർ നമ്മുടെ കാട്ടാക്കടയിൽ നടന്ന ജനുവരിയിൽ ഈ സിസ്റ്റർ അവിടെ കാട്ടാക്കടയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നിരുന്നു 2012. സിസ്റ്റർ ചെയ്തതാണ് ദൈവത്തിൻ്റെ വേലക്ക് ഒരു സഹായം ചെയ്യുവാൻ താൻ ആഗ്രഹിച്ചു. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു എപ്പിസോഡ്, അതായത് ബ്ലെസ്സിംഗ് ടുഡേയിൽ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം സിസ്റ്ററിന് ചെയ്തു കൊടുത്തു. ഈ വർഷം ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് ആ തീയതിയെല്ലാം ബുക്ക് ചെയ്തിട്ട് സിസ്റ്റർ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത്. പക്ഷേ ഇത് അന്ന് ജനുവരിയിൽ 2012 ജനുവരിയിൽ സിസ്റ്റർ ചെയ്തപ്പോൾ തീരുമാനമെടുത്ത് വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടിരുന്നു.
എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ജനുവരി മാസം 20-ാം തീയതിയാണ് അവിടെ വന്ന കാട്ടാക്കടയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നത്. 29-ാം തീയതി നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയപ്പോൾ അവിടെ കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: തൻ്റെ കിഡ്നിയിലെ സ്റ്റോൺ അവിടെയില്ല, തൻ്റെ വയറിനകത്തുള്ള മുഴ അവിടെയില്ല. ദൈവത്തിൻ്റെ വേലക്ക് താൻ ചുമൽ കൊടുത്തപ്പോൾ അത് കണ്ട സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് തന്നെ അനുഗ്രഹിച്ചു. ഇത് അറിയുന്നത് ഈ വർഷമാണ് ചെക്ക് ചെയ്യാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 4-ാം തീയതി ചെക്കപ്പ് ചെയ്ത് ഒക്ടോബർ 4 ചെക്ക് ചെയ്തു. അപ്പോഴും ഉണ്ടായിരുന്നു, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. 20-ാം തീയതി കാട്ടാക്കട മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ അവിടെ വന്ന് ആദ്യമായിട്ട് ഇപ്പം + ടുഡേ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് കണ്ടിട്ട് അപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞ് ഞാൻ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവിടെ ചെന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം 29-ാം തീയതി ആ മാസം തന്നെ കിംസിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് രണ്ടും ഇല്ല, ഇതിന് വേണ്ടി മരുന്നില്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും അവിടെ ഇല്ല, മരുന്നും കഴിക്കേണ്ട ആവശ്യം. ആദ്യത്തെ സ്കാനിങ്ങിൽ ഉണ്ടായിരുന്നു, 2-ാമത്തേൽ ഇല്ല. അപ്പം ഇതിന് വേണ്ടി മരുന്നില്ല, കഴിക്കണ്ടെന്ന്. അപ്പം ഞാൻ നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറുമ്പോൾ + ടുഡേയിൽ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു. അപ്പം ഞാൻ 2-ാമത്തേന് ഇവിടെ കാട്ടാക്കട വീണ്ടും വന്നിരുന്നു. അപ്പം അന്ന് സാക്ഷി പറയാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ പറ്റിയില്ല. ബ്രദറിൻ്റെ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തിട്ട് എനിക്ക് വേറെ ആവശ്യമായിരുന്നു. ഞാനും മോനും കൂടെ അങ്ങ് പോയി. അങ്ങനെ പിന്നെ ഇന്നാണ് പിന്നെ വീണ്ടും ലഭിച്ച് കിട്ടി ഇവിടെ വന്നത്. പ്രൈസ് ഗോഡ്. എത്ര പേർ കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയും. കർത്താവെ, ഈ സമയത്ത് ഈ സഹോദരിക്ക് വേണ്ടി, കുശല എന്ന ഈ സഹോദരിക്ക് വേണ്ടി കർത്താവ് ചെയ്തെങ്കിൽ ഈ കൈകൾ ഉയർത്തിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി പറയും. ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിലും വിടുതലുകൾ ഉണ്ടാകട്ടെ. മരുന്ന് കഴിക്കുന്നവർ, ഇനി ഒരു സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, അവർക്കെല്ലാം യേശുവേ അങ്ങയുടെ കൈകൾ നീട്ടി അങ്ങൊരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനം ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്ന് വെച്ചാൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക്. പർവ്വതങ്ങൾ എപ്പോഴും മുകളിലാണ്. ഉന്നതമായ ഗിരികളിലേക്ക്, പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പക്ഷെ എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അതിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയുകയാണ്. എൻ്റെ സഹായം, ആ വാക്യം അറിയാവുന്നവർ ചേർന്ന് പറയാമോ? എൻ്റെ സഹായം ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവത്തിൽ നിന്നും വരുന്നു. 118-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ 2 വാക്യങ്ങളുണ്ട്, 8-9 വാക്യങ്ങൾ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതിനുശേഷം പറയുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആദ്യം നമ്മൾ പറഞ്ഞത് 121-ാം സങ്കീർത്തനമാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അങ്ങനെ ഒരു കൂട്ടർ ജീവിക്കുമ്പോൾ മറ്റു ചിലർ എങ്ങനെയാണ് ജീവിക്കുന്നത്? മനുഷ്യരിൽ ആശ്രയിച്ച്, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നതെന്നറിയാമോ? എല്ലാ മനുഷ്യരുടെയും മൂക്കിലെ ശ്വാസം നിന്നു പോകുമ്പോൾ അയാളുടെ ജീവിതം തീരുകയാണ് ഈ ഭൂമിയിൽ. അതിൻ്റെ അർത്ഥം ആശ്രയം വയ്ക്കുന്ന വ്യക്തികൾ സ്ഥിരത ഉള്ളവരാൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? നമ്മുടെ ആശ്രയം അവർ തീർന്നു പോകുന്നതോടുകൂടെ തീർന്നു പോകുന്നു. ഞാൻ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലരിങ്ങനെ പറയാറുണ്ട്, എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത്, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത്, എൻ്റെ അപ്പച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് എനിക്കൊന്നും അറിയണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ മരിച്ചതോടുകൂടെ, എൻ്റെ പിതാവ് മരിച്ചതോടുകൂടെ എല്ലാം തീർന്നു. കാരണം എന്താണ്? ആ വ്യക്തിയുടെ ആശ്രയം മുഴുവൻ ആരിലായിരുന്നു? സ്വന്തം പിതാവിലായിരുന്നു. പിതാവിന് എല്ലാ കാലവും ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? കാലം തീർന്നപ്പോൾ, കാലാവധി തീർന്നപ്പോൾ അദ്ദേഹം പോയി. എല്ലാവർക്കും ഒരു എക്സ്പയറി ഡേറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ബോഡിക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് തീർന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഒരിക്കലും മരിക്കുന്നില്ല.
ദൈവം എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആശ്രയം ഇല്ലാതെ പോകുകയില്ല. പലരുടെയും ജീവിതം ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദുഃഖമാണ്. ഒന്ന്, ഉള്ളു തുറന്ന് ചിരിക്കാൻ പലർക്കും കഴിയുന്നില്ല. എന്തൊക്കെയോ ഇവിടെ അടഞ്ഞിരിക്കുകയാണ്. പലരും പറഞ്ഞു കണ്ടി എല്ലാം ഉണ്ട് ബ്രദറെ, പക്ഷേ ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. ഒന്ന്, ഫ്രീ ആകാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ ഇവിടെ കുരുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ വാക്യം പറയുന്നത് ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും അതിൻ്റെ അവസാന തന്മാത്ര വരെ തുടച്ചു നീക്കി സന്തോഷമല്ല, മഹാസന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ഈ ദൈവത്തിന് കഴിവുണ്ട്. എല്ലാ ദുഃഖങ്ങളെയും നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിവുള്ള ദൈവം. വലതുകരം ഉയർത്തി വീശി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്ന സന്തോഷത്തിൻ്റെ പേരെന്താ? ദൈവം നമുക്ക് നൽകുന്ന സന്തോഷത്തിൻ്റെ പേര് അല്പസന്തോഷമല്ല, പിന്നെ മഹാസന്തോഷം. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, യേശു ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് അവിടെ വലിയ കരച്ചിലും ബഹളവും എല്ലാം ഉണ്ടായത്. യേശു ഭൂമിയിൽ ജനിച്ച, ബത്ലഹേമിൽ ജനിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു വലിയ കൂട്ടം മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അവർ പാടാൻ തുടങ്ങി, ഭയങ്കരമായ ദൈവത്തെ സ്തുതിച്ചു. അവർ പറഞ്ഞു, ഭൂമിയിലുള്ള എല്ലാവർക്കും ഉള്ളൊരു മഹാസന്തോഷത്തിൻ്റെ വാർത്ത ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്ത് സന്തോഷമാ? മഹാസന്തോഷം. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കണം, എത്ര പേർക്ക് ഹൃദയത്തിൽ ഒരു മഹാസന്തോഷം ഉള്ളിൽ കൊണ്ട് നടക്കാൻ താല്പര്യമുണ്ട്? മഹാസന്തോഷമുള്ളൊരു വ്യക്തിയുടെ അടുക്കൽ വരുന്നവർക്കും സന്തോഷമുണ്ടാകും. ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ അടുക്കൽ ചെന്നാൽ അവരും ദുഃഖിക്കാൻ തുടങ്ങും. അയ്യോ മനുഷ്യൻ പാവം, അയാളുടെ മുമ്പിൽ നമുക്ക് സന്തോഷിക്കാൻ സാധ്യമല്ല. എന്നാൽ ബൈബിൾ പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്. അവൻ്റെ വലതു ഭാഗത്ത് എന്നും ആനന്ദഘോഷം ഉണ്ട്. ഒരു പ്രമോദം അവൻ്റെ വലതു ഭാഗത്തിരിപ്പുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ആ ദുഃഖമെല്ലാം മാറി വലിയൊരു സന്തോഷം കിട്ടും. ഹല്ലേലൂയ. 1962 കാര്യവും പറഞ്ഞ് ഇന്നും പലരും ദുഃഖിച്ച് നടക്കുകയാണ്. അതെല്ലാം കുഴിച്ചു മൂടി യേശു നൽകുന്ന മഹാസന്തോഷത്തിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് മടങ്ങിപ്പോകണം. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നന്മ ചെയ്ത, വിടുവിച്ച്, സൗഖ്യമാക്കിയ, അനുഗ്രഹിച്ച ആ യേശുവിനോടാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ സമയത്ത് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം മുതൽ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതൽ വേണ്ടവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ. രേഖ എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് തൊടുന്നു. ശരീരത്തിലുള്ള ചില രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് എടുത്തു മാറ്റുകയാണ്. എല്ലാം എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ വളരെ വ്യക്തമായി കർത്താവ് പറയുന്ന ശരീരത്തിൽ രോഗസൗഖ്യം ഇപ്പോൾ നടക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. അതുപോലെ ത്വക്കിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്ന, ചില മുഴകൾ മാറിപ്പോകുന്നുണ്ട്, സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ, ചില രോഗങ്ങളിൽ അത്ഭുതകരമായ സൗഖ്യം. എന്ന് വെച്ചാൽ ആ സർജറിക്ക് വേണ്ടി അവിടെ എത്തുമ്പോൾ അത് ചെയ്യേണ്ടി വരികയില്ല, അതുപോലെ കർത്താവ് അത്ഭുതം ചെയ്യുന്നു. അതുപോലെ ഡയബറ്റീസ് പ്രോബ്ലമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അസ്ഥികളിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കിഡ്നികൾ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. മൾട്ടിപ്പിൾ മൈലോമ എന്നറിയപ്പെടുന്ന രോഗം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി, സി സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം
ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ജെയിംസ് എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. അപസ്മാര രോഗം ഇപ്പോൾ ജെയിംസ് എന്ന സഹോദരനിൽ നിന്നും മാറിപ്പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതുപോലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയതെല്ലാം ഇപ്പോൾ നോർമലാകാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ചില പ്രത്യേക രോഗം മൂലം മെഡിക്കൽ പാസ്സാകാൻ കഴിയാതെ വിദേശത്തേക്ക് പോകാൻ മെഡിക്കൽ പാസ്സാകാത്ത ചില വ്യക്തികളെ കർത്താവ് അടുത്ത മെഡിക്കൽ നടക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകില്ല, അതുപോലെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതകരമായ വിടുതലുകൾ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ആറ്റിങ്ങലിലാണ് ഈ വർഷത്തെ ആദ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ദൂരെയാണെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ല, അതുപോലെ കൊല്ലം ജില്ല, അതിനപ്പുറത്തേക്കുള്ള എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്ത് വരാം. ഞാൻ വിശ്വസിക്കുന്ന പുതിയ വർഷം വലിയ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ശനിയാഴ്ച അടൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. പ്ലീസ് ഡു കം. നാളെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് ഒരാളോടെങ്കിലും നിങ്ങൾ പറയണം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആര്? Who is the serpent by the way, viper along the path? Options: A is a balloon, B ghar, C is a ghar, D dhar. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.